അതെ. വിഷ്ണുവിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ എന്നാ ഫയൽ ചെയ്യുന്നത്? ഞാനത് ആലോചിച്ചിട്ടില്ല. ആലോചിച്ചിട്ടില്ലെന്നോ? നമ്മൾ തമ്മിലൊരു കരാറുണ്ടായിരുന്നു. വിഷ്ണുവിനെ സിദ്ധോട്ടൻ ജാമ്യത്തിലിറക്കും, പകരം ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരും. ഞാൻ എന്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഇനി സിദ്ധോട്ടന്റെ ഊഴ. എനിക്കിനി കാത്തിരിക്കാൻ പറ്റില്ല. നാളെ തന്നെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. നീ എന്നെ ഭരിക്കാൻ ശ്രമിക്കൊന്നും വേണ്ട. നമ്മൾ കരാറുണ്ടാക്കുന്ന സമയത്തെ സാഹചര്യം അല്ലല്ലോ ഇപ്പോ. അത് മാറിയില്ലേ? എന്ത് മാറിന്ന്? അന്ന് പ്രേമിച്ച് ഇവിടെ ഉണ്ടായിരുന്നു, ഇന്നുണ്ടോ? പ്രേമിച്ച് തിരിച്ചു വരാതെ ഞാൻ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യില്ല. അതും ഇത് തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. വളരെ കുഴപ്പം പിടിച്ചൊരു കേസായത്. മനസ്സിരുത്തി വാദിച്ചില്ലെങ്കിൽ ജാമ്യം തള്ളും. എന്റെ മനസ്സിപ്പോ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഒന്നിലും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ചീറ്റിംഗ്. നിനക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പ്രേമിച്ച് തിരിച്ചു വരണം. അല്ലാതെ ഞാൻ ഒന്നിനുമില്ല. അപ്പൊ ഒരു കേസിൽ സിദ്ധോട്ടൻ ഇനി കോടതിയിൽ അറ്റൻഡ് ചെയ്യില്ലേ? തർക്കിക്കണ്ട, ആർഗ്യുമെന്റ്സും വേണ്ട. വിഷ്ണുവിന്റെ കേസ് ഞാൻ അപ്പിയർ ചെയ്യണമെങ്കിൽ പ്രേമിച്ച് തിരിച്ചു വരണം. ചേച്ചി ഇനി ഒരിക്കലും തിരിച്ചു വന്നില്ലെങ്കിലോ? ജീവിതകാലം മുഴുവൻ വിഷ്ണു അകത്ത് കിടക്കണം എന്നാണോ? നിനക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം. ഞാൻ എന്റെ സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞു. ഒരു ലോയറുടെ മൂഡിനെ കുറിച്ച് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വിഷ്ണു പുറത്തിറങ്ങിയില്ലെങ്കിൽ ഡിവോഴ്സ് വാങ്ങി സുഖിക്കാന്ന് വിചാരിക്കണ്ട. ഡിവോഴ്സ് പെറ്റീഷനിൽ ഞാൻ ഒപ്പിട്ടെന്ന് കരുതി എല്ലാം ആയില്ലെന്നറിയാലോ. കോടതിയിൽ ഞാൻ എതിർത്തതാ. ആലോചിക്ക്, എന്നിട്ടൊരു തീരുമാനം പറ. വിഷ്ണു എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങിയിരിക്കണം. അതീ കുറഞ്ഞ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല ചേച്ചി. ഞാൻ മുമ്പ് കണ്ട ആളെയല്ലോ പ്രിയ. ഇപ്പോ പ്രിയ ഒരുപാട് മാറിയിരിക്കുന്നു. ചേച്ചിക്ക് അങ്ങനെ തോന്നിയല്ലേ? എനിക്കും അത് തന്നെ അഭിപ്രായം. ഞാൻ മാറിയിട്ടുണ്ട്. ആ വർക്ക്ഷോപ്പിൽ വെച്ച് പ്രിയ ചെയ്തത് പ്രിയ എന്ന് കരുതാനേ പറ്റുന്നില്ല. വേറെ ഒരാളെ പോലെ ആയിരുന്നു പ്രിയ. അപ്പോ എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ ചേച്ചി. മനഃപൂർവ്വമല്ല ഞാനങ്ങനെ പെരുമാറിയത്. ആ നേരത്ത് എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലേ അല്ലായിരുന്നു. എനിക്ക് പോലും മനസ്സിലാവാത്ത എന്തൊക്കെയോ മാറ്റങ്ങൾ എന്നെ പുറത്തുനിന്നാരോ നിയന്ത്രിക്കുന്നത് പോലെ. ആ ആള് പറയുന്നത് പോലെയാ ഞാനിപ്പോ ഓരോന്ന് ചെയ്യുന്നത്. പ്രിയ ആവശ്യമില്ലാത്ത പലതും ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അതൊന്ന് മാറ്റണം, അല്ലെങ്കിൽ പ്രിയക്ക് തന്നെ ദോഷം. എനിക്കറിയാം ചേച്ചി, പക്ഷെ പറ്റുന്നില്ല. പ്രിയക്ക് കാറ് വാങ്ങിക്കണം നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. ഞാൻ സ്വപ്നത്തിൽ പോലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. എന്നിട്ടും അവിടെ ചെന്നപ്പോ ആ കാറ് വാങ്ങണമെന്ന് തോന്നി. എന്തുകൊണ്ടാ അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. തോന്നി. പേടിക്കണ്ട, ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള പരിഹാരം ചെയ്യാം.